കേട്ടോ 15-ാമത്തെ വാക്യം തൊട്ട്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പം നോക്കിക്കേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് എന്ത് കിട്ടും? എന്നാൽ ഞാൻ പിതാവിനോട്, അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എന്ത് ചോദിക്കും? പരിശുദ്ധാത്മാവിന് ഇവന് കൊടുക്കാൻ പറയും. അപ്പൊ പുത്രൻ പറയാതെ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ കൽപ്പനകൾ അനുസരിക്കണമല്ലോ. അനുസരിക്കണം. ഈ കൽപ്പന എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രൂശീകരിക്കപ്പെട്ട ക്രിസ്തുവിന് ശേഷം പറഞ്ഞ വിശ്വസിക്കുകയും സ്നാനം എടുക്കുക. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. മറ്റ് ന്യായപ്രമാണമല്ല ഇവിടെ വരുന്നത്. ന്യായപ്രമാണത്തിന് നമ്മൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ പുതിയ നിയമത്തിലേക്ക് വരണം. കാരണം ന്യായപ്രമാണം ഉണ്ടാക്കിയവൻ നമ്മുടെ ഉള്ളത്തിൽ വരിക. മനസ്സിലായില്ലേ? അപ്പൊ ജഡ്ജി തന്നെ നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപം ചെയ്യാൻ പറ്റും. കാരണം നിയമം നമ്മുടെ ഉള്ളത്തിൽ വരിക. ഇത് നമ്മൾ നിയമം അറിയാത്തത് കൊണ്ടല്ലേ തെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിയമം എന്ന് പറയുന്നത് ജഡ്ജി തന്നെ നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ജഡ്ജിക്ക് തെറ്റ് ചെയ്യാൻ പറ്റാത്തത് വണ്ണം നമ്മൾ എന്താണ് പാപം ചെയ്യാതിരിക്കുക. അപ്പം വിശ്വസിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും സ്നാനമൊരുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നുള്ള വചനത്തിലാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ശേഷമുള്ള നിയമം. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യം ഇത്. അന്ന് ക്രിസ്തു മരിച്ചിട്ടില്ല. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും ഇരിക്കുന്ന ഒരു ആത്മാവിൽ, ഇതാണ് നിത്യജീവൻ, നിങ്ങൾക്ക് തരും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ.